വെൽക്കം ടു യുക്മ സ്റ്റാർ സിംഗർ സീസൺ 2. അടുത്ത ഗാനം ആലപിക്കുന്നതിനായി സ്റ്റേജിലേക്ക് എത്തുന്നു അലീന സജീഷ്. അലീന, ടെൻഷനാണോ? ഒരു ടെൻഷൻ വേണ്ട കേട്ടോ, നന്നായിട്ട് പാടിക്കോ. ഏത് ഗാനമാണ് പാടാൻ പോകുന്നത്? ഓ, നാഥാ നീ വരും. അതാരാ പാട്ട് പാടിയെന്ന് ഓർമ്മയുണ്ടോ? യെസ് ജാനകിയമ്മ. അതെ അതെ, യെസ് ജാനകിയമ്മ. ഏത് സിനിമയിലെന്നറിയാവോ? അതെ, മറ്റൊരു ഭരതൻ ചിത്രമായ ചാമരം എന്ന സിനിമയിൽ പൂവച്ചൽ ഖാദർ എഴുതി ജോൺസൺ മാസ്റ്ററുടെ മനോഹരമായൊരു സംഗീതം എസ് ജാനകിയമ്മ ആലപിച്ച വളരെ പ്രശസ്തമായ നാഥ നീ വരും കാലൊച്ച കേൾക്കാൻ എന്ന ഗാനം ആലപിക്കുന്നു അലീന സജീഷ്. നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നോ. താവകവീഥിയിൽ എന്നിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നോ. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നോ. ചാമരം വീശി നിൽപ്പോ നാഥ നീ വരും കാലൊച്ച കേൾക്കുവാ. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നോ. താവകവീഥിയിൽ എന്നിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നോ. നാഥ നീ
അലീന, ടെൻഷനൊന്നും ഇല്ല കേട്ടോ, നന്നായിട്ട് പാടി കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എങ്കിൽ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ആരോട് ആദ്യം ചോദിക്കണ്ടേ? സണ്ണി സാർ. അലീന, എങ്ങനെയുണ്ടായിരുന്നു? ശ്വാസം എടുക്കുന്നതിൽ അല്പം ബുദ്ധിമുട്ടി അല്ലേ? ഓക്കെ. പൊതുവെ ഉച്ചാരണത്തിനകത്ത് പല ഏരിയയിലും പ്രശ്നമുണ്ടായിരുന്നു. തൂവൽ വിരിച്ചു നിന്നു എന്നുള്ള ഭാഗത്ത് വന്നത് നമ്മൾ നിർത്തുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. തൂവൽ വിരിച്ചു നിന്നു, ഒന്ന് പാടിക്കേ. തൂവൽ വിരിച്ചു നിന്നു. അവിടെ അല്പം കൂടെ ഭംഗിയാക്കാം. അവിടെ ഒരു ചെറിയ പശു വന്നിട്ടുണ്ട്. പിന്നെ നേരിയ വളരെ ഭംഗിയായിട്ട് പാടി, അതിന് ഒരു പ്രത്യേക ക്ലാപ്പ് കേട്ടോ, നന്നായിരുന്നു. അടുത്തത് കാണുന്ന നേരത്ത്, അവിടെ ശ്രുതി മാറിപ്പോയത് അറിഞ്ഞായിരുന്നോ? ഒന്ന് പാടിക്കത്. കാണുന്ന നേരത്ത്, അവിടെ ശ്രുതി മാറിയിട്ടുണ്ടായിരുന്നു അന്നേരം കേട്ടോ. അന്നേരം ചെയ്യുന്നതിനാണ് മാർക്ക്. അതിൻ്റെ ഇടയ്ക്ക് ചിരിയൊക്കെ ഉണ്ടായിരുന്നു. ചിരിയൊക്കെ വളരെ ഭംഗിയായിട്ട് ചിരിച്ചിട്ടുണ്ട്. പിന്നെ നാഥ നീ വരും എന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പാടിയിട്ട് കാലച്ചെന്ന് പാടിക്കേ. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ, ഒന്ന് പാടിക്കേ. നാഥ നീ വരും സ്വയം മനസ്സിലായില്ലേ? അവിടെ തെറ്റിപ്പോയിട്ടുണ്ട്. പിന്നെ എന്തു പറഞ്ഞിരിക്കും, പഠിക്കേ. എന്തു പറഞ്ഞെടുക്കാൻ, അവിടെ കുറച്ചുകൂടെ വരാനുണ്ട് കേട്ടോ. പൊതുവേ കുഴപ്പമില്ല, പക്ഷേ എങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആകേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു. ഭഗത് സാർ വളരെ ക്ലീൻ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല ശബ്ദമാണ് അലീനുണ്ട്, നല്ല വോളിയം ഉണ്ട്, നല്ല വോളിയമുള്ള ശബ്ദമാണ്. അത് മാത്രമല്ല ഒരു ഹസ്കിനെസ് ഉണ്ട് വോയിസിന്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പാട്ടുകൾ, ഇപ്പോഴത്തെ സ്റ്റൈൽ അങ്ങനത്തെ ഒരു വോളിയം അല്ല, ഈ ഹസ്കിനെസ് ആവശ്യമാണ് ഇപ്പോഴത്തെ ശബ്ദത്തിന്. സ്റ്റുഡിയോയിലൊക്കെ പോയാൽ നന്നായിട്ട് ഷൈൻ ചെയ്യും. പാട്ട് പാടിയെന്ന് കൊള്ളായിരുന്നു. വലിയൊരു തെറ്റുകുറ്റങ്ങളൊന്നും പറയാനില്ല. എനിക്ക് തോന്നിയത് ആ ഫസ്റ്റിലെ ഹമ്മിങ് ഇല്ലേ ആദ്യം, അതിൽ പിച്ചിങ്ങിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഉച്ചാരണം. കേൾക്കുവാൻ എന്നുള്ളതല്ലേ, കേൾക്കുവാനാവുന്നുണ്ട്. ആ എന്നെ വരണം അവിടെ. താങ്ക് യു ഭഗത്. നമുക്ക് മാർക്ക് ചോദിക്കാം. ഭഗത് പ്ലീസ്. എത്ര മാർക്ക് വേണം പറയൂ. What do you think? Above 35? Of course. Above 35. ഞാനൊരു 39. Okay. Okay. Thank you. 39. സണ്ണി സാർ പ്ലീസ്. അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരുന്നു പണ്ട്. ഇത് ഇറങ്ങിയ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ അത് ഫീൽ ഉണ്ടാക്കിയൊരു പാട്ടായിരുന്നു. അതിന് എക്സ്ട്രാ ഒരു മാർക്കും കൂടെ അലീനയ്ക്ക് ഞാൻ തരുന്നു, 40. ഓ താങ്ക് യു അലീന. ജഡ്ജസ് പറഞ്ഞ കമൻസ് എല്ലാം കേട്ടല്ലോ അല്ലേ? നെക്സ്റ്റ് റൗണ്ടിൽ നമുക്ക് പാടാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.